ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ലോസ് ഓഫ് എക്സ്പോണൻസിന്റെ സെക്കൻഡ് റൂൾ പഠിക്കാൻ പോവാണ്. അടുത്ത ഡിവൈഡിങ് പവേഴ്സ് വിത്ത് സെയിം ബേസ്. ആദ്യം നമ്മളെല്ലാം പഠിച്ച മൾട്ടിപ്ലൈങ് ആണ്. ഇപ്പം ഇത് ഡിവൈഡിങ് ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പവേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുമായിരുന്നു? ആഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമായിരിക്കും? മൈനസ് ചെയ്യുമായിരിക്കും. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 3⁻7 ഡിവൈഡഡ് ബൈ 3⁻4. 3⁻7 എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? 3 എത്ര പ്രാവശ്യമുണ്ട്? 7 times. 1, 2, 3, 4, 5, 6, 7. ബൈ ചെയ്യുവാണ് അതിനെ. എത്ര കൊണ്ട്? 3⁻4. എത്ര 3? 4. ഓക്കെ. നമുക്കറിയാം ഡിവൈഡ് ചെയ്യുമ്പോൾ മേളിലും താഴെയും സെയിം നമ്പേഴ്സ് വന്നാൽ നമ്മൾ കട്ട് ചെയ്ത് കളയും. ഒരു 3 മേളിലും താഴെയും, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്. ഇനി താഴെ ഒന്നുമില്ല, മേളിൽ മാത്രമേ ഉള്ളൂ. എത്ര എണ്ണം ഉണ്ട് മേളില്? 3 എണ്ണം. 3 എത്ര എണ്ണം ഉണ്ട്? 3⁻3 എന്ന് കിട്ടി. മനസ്സിലായോ? ഇങ്ങനെ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ നോക്കിക്കേ, 7 4 പോയപ്പോൾ കിട്ടിയ ആൻസർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് സെയിം പവേഴ്സ്, അത് ശ്രദ്ധിക്കണം കേട്ടോ. സെയിം പവേഴ്സ് അല്ല, സോറി, ബേസ്. സെയിം ബേസും പവേഴ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, ബേസ് സെയിം ആണ്. അതിനെ ഡിവൈഡ് ചെയ്യാൻ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ ബേസ് റേസ് ടു 7 - 4 കണ്ടോ? 7 - 4 ചെയ്തപ്പോഴാണ് 3⁻3 ഈ ആൻസർ കിട്ടിയ. കണ്ടോ? അപ്പൊ നമ്മുടെ ഫോർമുല എന്നായിരിക്കും? a⁻m divided by a⁻n is equal to a⁻m - n. ഇങ്ങനെ ബൈ ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. a⁻m divided by a⁻n is equal to a⁻m - n എന്ന് നമുക്ക് ഇതും രണ്ട് രീതിയിലും ബൈ എന്നല്ലേ അർത്ഥം? ഡിവൈഡ് ബൈ എന്നല്ലേ? ഇതാണ് നമ്മുടെ ഫോർമുല. മറ്റേത് പഠിച്ചു വെച്ചാൽ എളുപ്പമാണല്ലോ. a⁻m × a⁻n ആണെങ്കിൽ a⁻m + n, a⁻m ഡിവൈഡ് ബൈ a⁻n ആണെങ്കിൽ a⁻m - n. അങ്ങനെയാണെങ്കിൽ അടുത്തത് അതുപോലെ തന്നെ കിട്ടുമോ നമുക്ക് നോക്കാം. നമുക്ക് ഓരോ പ്രോബ്ലമായിട്ട് ചെയ്യാം. ഓക്കെ, ഏതാണ് അടുത്തത്? അടുത്ത് നമ്മൾ ഇതാ ചെയ്യാൻ പോകുന്നത്. 5⁻6 ഡിവൈഡഡ് ബൈ 5⁻2. ആദ്യം ഞാൻ 5നെ 6 ടൈംസ് എഴുതുക. ഇത് അങ്ങനെ കിട്ടുമോന്ന് അറിയണ്ടേ എല്ലാത്തിനും? 4, 6. താഴെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? 5⁻2. അപ്പോൾ 5 രണ്ടെണ്ണം. മേളിലും താഴെ ഓരോ 5 കട്ട് ചെയ്തു. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4. അപ്പോൾ 5⁻4 എന്ന് എഴുതാം. നോക്കിയേ, നമ്മുടെ ഫോർമുല വെച്ചിട്ട് a⁻m by a⁻n is equal to a⁻m - n എന്നുള്ളത് വെച്ചിട്ട് 5⁻m 6 n 2 സബ്ട്രാക്ട് ചെയ്തേ 4. അത് തന്നെ കിട്ടിയല്ലോ. എന്നാൽ അടുത്തൊന്ന് നോക്കാം. a⁻4 ഡിവൈഡഡ് ബൈ a⁻2. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. 1, 2, 3, 4. താഴെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. കട്ട് ചെയ്തു. ബാക്കി എന്നാ ഉണ്ട്? a⁻2 എന്ന്. ശരിയാണോ? ചെയ്ത് നോക്കിയേ. നമ്മുടെ ഫോർമുല വെച്ച് ഈ 4ഉം ഈ 2ഉം സബ്ട്രാക്ട് ചെയ്തു. കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഇത്ര ഇരുന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് നമ്മുടെ പുതിയ ഫോർമുല കിട്ടി. എന്താണ്? ഡിവിഷൻ ആണ്. ബേസ് സെയിം ആണെങ്കിൽ നമ്മുടെ ലോസ് ഓഫ് എക്സ്പോണൻസിന്റെ സെക്കൻഡ് ലോ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ്? നിങ്ങൾ പറ. a⁻m divided by a⁻n is equal to a⁻m - n. പഠിച്ചില്ലേ? ഇല്ലേ? എന്നാ ഓരോ പ്രോബ്ലം ചെയ്യാൻ പോവാം. ഞാൻ 2 പ്രോബ്ലം തരാൻ പോവാം. 10�8 divided by 10�3. പെട്ടെന്ന് പറഞ്ഞു. 10⁻, ബേസ് സെയിം ആ. 8 - 3 ഡിവിഷൻ വന്നോണ്ട് എത്രയാണ്? 10⁵ അല്ലേ? അടുത്ത 7�9 ഡിവൈഡഡ് ബൈ 7�6. ബേസ് സെയിം, അതുപോലെ എഴുതി. 9 - 6 is equal to 7�3. അടുത്ത a⁻8 ഡിവൈഡഡ് ബൈ a⁻5. ബേസ് സെയിം, ബേസ് അതുപോലെ എഴുതി. 8 - 5 a⁻3. അല്ലേ മക്കളെ? എളുപ്പമാ. അടുത്തത് b⁻10 ഡിവൈഡഡ് ബൈ b⁻5. b⁻5 ബേസ് സെയിം. അപ്പൊ എന്നാണ് നമ്മുടെ ഫോർമുല?
a raised to m divided by a raised to n is equal to a raised to m minus n, that is d raised to 5. അടുത്ത നോക്കിയേ, c raised to 100 divided by c raised to 90. നമ്മുടെ സെയിം ഫോർമുല, ബേസ് സെയിം ആണ്. 100 minus 90, that is equal to c raised to 10. എളുപ്പമല്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പം ഫോർമുല ഉപയോഗിക്കുക. ഏതാണ് നമ്മുടെ സെക്കൻഡ് ലോ? ഡിവിഷന് വേണ്ടിയുള്ള ലോ ആണ്. a raised to m divided by a raised to n is equal to a raised to m minus n. നമുക്ക് കുറച്ച് പ്രോബ്ലം കൂടെ നോക്കിയാലോ? കുറെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഠിക്കുമല്ലേ. ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിടാൻ പോകും. ആദ്യം നിങ്ങൾ ആദ്യം ചെയ്യുക, എന്നിട്ട് ചെയ്തത് ശരിയാണോ നോക്കുക. 2 raised to 9 divided by 2 raised to 3. 10 raised to 8 divided by 10 raised to 4. 9 raised to 11 divided by 9 raised to 7. 20 raised to 15 divided by 20 raised to 30. 7 raised to 13 divided by 7 raised to 10. നമുക്ക് ആൻസർ എഴുതി തുടങ്ങിയാലോ? a raised to m divided by a raised to n. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? a raised to m minus n, that is equal to 11 raised to 4 അല്ലേ? ഇവിടെ സെക്കൻഡ് വൺ 2 raised to 9 divided by 2 raised to 3. ബേസ് രണ്ട് സെയിം. അപ്പോൾ 2 raised to 9 minus 3 is equal to 2 raised to 6. എളുപ്പമല്ലേ മക്കളെ? അടുത്ത് നോക്കിയേ, 10 raised to 8 divided by 10 raised to 4, that is 10 raised to 8 minus 4 is equal to 10 raised to 4. അടുത്ത ഫോർത്ത് വൺ, ബേസ് സെയിം. 9 raised to 11 minus 7. ഫോർമുല എന്താണ്? a raised to m minus n അല്ലേ? സെക്കൻഡ് ലോ. a raised to 9 ആയിരുന്നു. 9 raised to 4. അടുത്തത് ഫിഫ്ത്ത് വൺ, 20 raised to 15 minus 30 ആണോ? 20 raised to 2. അടുത്ത സിക്സ്ത് വൺ, 7 raised to 13 divided by 7 raised to 10. 7 raised to 13 minus 10 is equal to 7 raised to 3. സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഈ ഫോർമുല കാണാതെ പഠിച്ചു വെക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലെ. ഇൻറ്റു ആണെങ്കിൽ സെയിം ബേസ്, ഇൻറ്റു ആണെങ്കിൽ പവേഴ്സ് ആഡ് ചെയ്യുക. സെയിം ബേസ് ഡിവിഷൻ ആണ് കാൽക്കുലേഷൻ എങ്കിൽ പവേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ഈ പ്രോബ്ലംസ് എല്ലാം തന്നെ ചെയ്ത് നോക്കണം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.